ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 93ാമത് ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി വവ്വാക്കാവ് സൗത്ത് ഇന്ത്യൻ ജുവൽ ടവറിൽ നടന്ന ചടങ്ങിൽ ഗുരുധർമ്മ പ്രചരണ സഭ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറിയുമായ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ ഗുരുദേവ ദർശനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അധ്യക്ഷ പ്രസംഗത്തിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു. നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അഷ്ടലക്ഷ്യങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? വിദ്യാഭ്യാസം. എന്താ? നമ്മൾ വിദ്യ കൈവരിക്കുന്ന എന്തിനാ? അറിവുണ്ടാകാൻ. അപ്പൊ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ മാർഗമാണ് ശിവഗിരി തീർത്ഥാടനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിനെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ശിവഗിരി തീർത്ഥാടനം എന്താണ്? അറിവിന്റെ തീർത്ഥാടനമാണ്. അപ്പൊ അറിവ് സാംശീകരിക്കുക. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ അഷ്ടലക്ഷ്യങ്ങൾ സ്വായത്തമാകണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. ഈ അഷ്ടലക്ഷ്യങ്ങളിലൂടെ കടന്ന് നമ്മൾ അതിന്റെ പരമോന്നതിയിൽ എത്തണമെങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് പരിശോധിക്കാം എന്താണ് അഷ്ടലക്ഷ്യങ്ങൾ. ഫസ്റ്റ് എന്താ? വിദ്യാഭ്യാസം. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അറിവുണ്ടാവും. എല്ലാവർക്കും അറിവുണ്ടാവും. അറിവ് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യ കൊണ്ട് മാത്രം അറിവ് ഉണ്ടാവില്ല. അത് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? ഈ കിട്ടിയ അറിവിനെ പ്രായോഗിക പരിജ്ഞാനം എന്ന് പറഞ്ഞ ഒരറിവുണ്ട്. അപ്പൊ നമുക്കത് സെൽഫായിട്ട് കിട്ടുന്നതാണ്. നമ്മളായിട്ട് തന്നെ ആർജിച്ചെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന പ്രായോഗിക വിജ്ഞാനം. ആ ജ്ഞാനം വരുമ്പോഴാണ് അയാൾ പൂർണ്ണമായിട്ടുള്ള അറിവ് നേടുന്നതും മനുഷ്യനായി ജീവിക്കുന്നതും. വിളംബര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ നിർവഹിച്ചു. ബാഹ്യമായ ശുചിത്വം മാത്രം പോരാ, ആഭ്യന്തര ശുചിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈശ്വരൻ വസിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഋതംബരാനന്ദ സ്വാമികൾ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. നമ്മൾ ഈ വർഷം ചെയ്ത ഓരോ പ്രവൃത്തിയും ആത്മപരിശോധന നടത്തി അത് നമുക്ക് എത്രത്തോളം പ്രയോജനപ്രദമായി, ആർക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ദോഷങ്ങൾ അതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഇല്ലയോ, ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ബാഹ്യമായ ശുചിത്വം, ആഭ്യന്തരമായ ശുചിത്വം, വ്യക്തിനിഷ്ഠം, സാമൂഹികം. അപ്പോഴേ ശുചിത്വം, ഗുരുദേവന്റെ സങ്കല്പത്തിലുള്ള ശുചിത്വം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈശ്വരഭക്തി. ഈശ്വരഭക്തി തന്നെ ഗുരുദേവൻ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ സന്ദർഭമാണത്. അതായത് അവിടെ മോഷണം നടത്തിയ ആളിനെ പിടിച്ചു കെട്ടി ഗുരുദേവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയോ പറഞ്ഞു, പകല് വന്ന് മോഷ്ടിച്ചോളാൻ, പകല് വന്ന് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോക്കോളൂ, രാത്രിയിൽ വന്ന് വിഷപ്പാമ്പുകളുടെ ഒന്നും കടിയൊന്നും ഏറ്റു ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ ഗുരു പ്രാർത്ഥിക്കാത്തവർക്ക് ഉപ്പില്ലാതെ കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശിക്ഷ കൊടുക്കാൻ പറയുന്നുണ്ട് ഗുരുവോട്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഈശ്വരഭക്തിക്ക് കൊടുക്കുന്നു. അവിടെയുണ്ട് മായം ചേർന്ന ഭക്തിയുണ്ട്, മായം ചേരാത്തതുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെന്നാൽ എനിക്ക് അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, എനിക്ക് ഭർത്താവിന് ജോലി കിട്ടണം, എനിക്ക് ജോലി കിട്ടണം, മോൾക്ക് ജോലി കിട്ടണം, മോളുടെ വിവാഹം നടത്തണം, മോൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടണം, ഇപ്പൊ വേറൊന്നും വേണ്ട, ഒരു കോഴ്സും വേണ്ട, മെഡിസിൻ മാത്രം കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് ഉപാധിയോടുകൂടിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മൾ യാതൊരു ഉപാധിയും ഇല്ലാതെയായിരിക്കും, സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി, അല്ലെ പ്രകർഷേണയുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മളെ പൂർണ്ണമായും ഭഗവാനിൽ, അല്ലെങ്കിൽ നമ്മുടെ ആരാധ്യ പുരുഷനിൽ അർപ്പിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനയായിരിക്കണം.
ഗുരുധർമ്മ പ്രചരണ സഭ മണ്ഡലം കമ്മിറ്റി അംഗം അമ്പിളി രാജേന്ദ്രൻ ഗുരുസ്മരണ നടത്തി ആരംഭിച്ച ചടങ്ങിൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആർ ഹരീഷ് സ്വാഗതം ആശംസിച്ചു. കരുനാഗപ്പള്ളി നഗരസഭ കൗൺസിലർ പി സോമരാജൻ മുഖ്യാതിഥിയായി. മാതൃവേദി കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ലേഖ ബാബു ചന്ദ്രൻ, വിജയലക്ഷ്മി സുരേന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുധർമ്മ പ്രചരണം കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും ചടങ്ങിൽ പങ്കാളികളായി. ഗുരുധർമ്മ പ്രചരണ സഭ ഒവ്വാക്കാവ് യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ് ശങ്കർ നന്ദി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെയുള്ള ആശംസാ പ്രസംഗത്തിന് ഈ വേദിയിൽ പേര് കൊടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സമയക്കുറവുണ്ട്. എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും ഈ യൂണിറ്റിന്റെയും നമ്മുടെ സമിതിയുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇവിടെ എത്തിച്ചേരുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഈ ചടങ്ങിൽ ധന്യമാക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും യൂണിറ്റിന്റെ പേരിലും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി യോഗം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ദൈവ ദശകം ആലപിക്കുന്നതിന് വേണ്ടി അമ്പിളി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. അനാവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനേ ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.